ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാവൻലി സ്പൈസസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ ഓണത്തിൻ്റെ ഒരു റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവരും ഓണത്തിൻ്റെ തിരക്കിലായിരിക്കും, ഞാനും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഓണത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ മാങ്ങ അച്ചാർ, അതായത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അച്ചാർ, സദ്യക്ക് വിളമ്പുന്ന അച്ചാർ. വലിയ കഷ്ണങ്ങളായിട്ടല്ല, ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ആയിരുന്നിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അച്ചാർ. ഞങ്ങൾ ഇതിനെ പറയാം മാങ്ങ കടുക് പൊട്ടിച്ചതെന്നാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇപ്പം നമ്മുടെ മാങ്ങ മുഴുവൻ ഞാനിത് അരിഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വയ്ക്കുക. ഇനി ഇതിന് നമ്മൾ കുറച്ച് ഉപ്പ് തിരുമ്പി വെക്കണം. ഞാനതിൽ ഉപ്പ് ചേർക്കാൻ പോവാണ്. നിങ്ങളുടെ പാകത്തിനുള്ള ഉപ്പ് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. അച്ചാറൊക്കെ ആകുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് ഉപ്പ് നിൽക്കുന്നതാണല്ലോ ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ ഉണ്ടാക്കുന്നതെങ്കിൽ അതുപോലെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കുക. ഇത് നമ്മൾ ഉപ്പ് തിരുമ്പി 2 ദിവസം 3 ദിവസം ഒന്നും വെക്കേണ്ട കാര്യമില്ല. ഇനി ഇപ്പം തന്നെ ഉണ്ടാക്കാൻ പോകണം കേട്ടോ. അപ്പോൾ ഇത് ഉപ്പ് തിരുമ്പി വെച്ചൊരു 10 മിനിറ്റിനുള്ളിൽ നമ്മുടെ അച്ചാർ റെഡിയാവും. പിന്നെ വലിയ പണിയുള്ള അച്ചാറൊന്നുമല്ല, വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് ഓണത്തിൻ്റെ കറികളിൽ വിളമ്പുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു അച്ചാറാണിത്. ഇത് നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇനിയിപ്പോൾ അതിൽ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചൂടാക്കിയിട്ടൊക്കെയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടി ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കണമെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ ഡയറക്റ്റ്ലി ഇതിലോട്ട് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും മിക്സ് ചെയ്തിട്ട് നേരെ കടുക് പൊട്ടിച്ച് ഒഴിച്ചാൽ മതി. പക്ഷെ അത് ഒരു ദിവസമൊക്കെ ഇരിക്കുള്ളൂ. ഒരു ദിവസം 2 ദിവസമൊക്കെ പെട്ടെന്ന് കേടായിപ്പോവും. ഇത് ഞാനിപ്പോൾ ഇന്നിപ്പോൾ സൺഡേ ആണ് ഇവിടെ, നമുക്ക് നെക്സ്റ്റ് അല്ലേ ഓണുള്ളൂ. അപ്പോൾ അതുവരെ ഇല്ല, അത് കഴിഞ്ഞാലും നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് പാകത്തിലാണ് ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മൾ അച്ചാറുകൾ ഉണ്ടാക്കുക നല്ലെണ്ണയിലാണ്. ഈ അച്ചാർ ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണയിലാണ്. പിന്നെ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടാണ് ഈ അച്ചാർ ഉണ്ടാക്കാറ്. ഇപ്പോൾ നമ്മൾ ഉപ്പ് തിരുമ്പി വെച്ചു. ഇനി നമുക്ക് കുറച്ച് സാധനങ്ങൾ വറുത്തെടുക്കണം. അതിനാദ്യം വേണ്ടത് കുറച്ച് കടുക്, കുറച്ച് ഉലുവ, പിന്നെ കായം. കടുക് നമ്മൾ താളിക്കും ഇടാനുള്ളതാണ്. ഉലുവയും കായും നമുക്ക് വറുത്ത് പിടിക്കണം. അതിനുശേഷം നമുക്ക് വരാം. ഇവിടെ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ തന്നെയാണ് ഞാൻ അച്ചാർ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ തന്നെ അതൊന്ന് ചൂടായെന്നൊന്ന് നോക്കാം. ചൂടായതിനു ശേഷം നമുക്കത് ഉലുവ ഇട്ട് കൊടുക്കാം. ഇതിൽ 1 ടീസ്പൂൺ ഉലുവയാണ് ഇട്ടുള്ളത്. ഉലുവ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കിതിൽ എണ്ണയൊന്നും ഒഴിച്ച് ചൂടാക്കണ്ട. ജസ്റ്റ് പാത്രം ചൂടാകുമ്പോൾ ഉലുവ ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കുക, കരിഞ്ഞു പോരുത്. പക്ഷെ കായം നമ്മളിടുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മളതിലോട്ട് കായ ഇട്ടിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് അതൊന്ന് വറുത്തെടുക്കണം. എന്നിട്ട് വേണം നമുക്കത് പൊടിച്ചെടുക്കാൻ. അല്ലാണ്ട് കായം വെറുതെ നമ്മൾ ഇട്ടുന്നതിനേക്കാളും നല്ലത് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട്, പിന്നെ ആ എണ്ണ മാറ്റൊന്നും വേണ്ട, ആ വെളിച്ചെണ്ണ തന്നെ നമുക്ക് നമ്മുടെ അച്ചാറിൻ്റെ പണി നോക്കാം. ഇനി നമ്മുടെ ഉലുവ നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം. നമ്മുടെ ചട്ടി നന്നായി ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉലുവ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി ഒന്ന് നല്ലൊരു മണം വരുമ്പോൾ എടുക്കുക. ഒരുപാട് കരിഞ്ഞു പോരുത്. കരിഞ്ഞു കഴിഞ്ഞാൽ അച്ചാറിൻ്റെ മണം ആകെ നമുക്ക് ചേഞ്ച് ആവും. ഞാൻ ഈ അച്ചാറിൽ വേപ്പില അധികം ഇടില്ല കേട്ടോ. വേപ്പില ഇടുന്നില്ല, പച്ചമുളക് ഇടുന്നില്ല, ഇഞ്ചി ഇടുന്നില്ല, കുറച്ച് വെളുത്തുള്ളി മാത്രമേ ഇടുന്നുള്ളൂ. നമ്മൾ സാധാരണ അച്ചാർ ഉണ്ടാക്കുമ്പോഴൊക്കെ ഇടും. പക്ഷേ ഇത് നമുക്ക് പെട്ടെന്ന് കേടായി പോകും. കാരണം നല്ലെണ്ണയിലല്ല, ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കേടായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പച്ചമുളകും വേപ്പിലയും ഇതൊന്ന് സ്കിപ്പ് ചെയ്യുന്നത്. വേപ്പില ഇടുന്നുണ്ട്, കുറച്ച് വേപ്പില ഇടുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഉലുവ നന്നായിട്ട് ഇതേ മൂത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് മാറ്റാം. ഈ സെയിം പാനിലോട്ട് തന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ആ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊരു ചെറിയ കഷ്ണം കായം അതിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഈ ഒന്ന് കൂട്ടി കൊടുക്കുക. ആയിട്ടാണ് ഞാൻ ഇത്രയും പോകുന്നൊരു കഷ്ണം കായാണ് ഇട്ടിടുന്നത്. നമ്മൾ ഒരുപാട് വലിയ കഷ്ണം കായം ഇടേണ്ട കാര്യമില്ല. ഭയങ്കര കയ്പാവും. ഉലുവയും കായും ഒക്കെ കൂടുതലായി കഴിഞ്ഞാൽ കയ്പായിട്ട്. ഇതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് ഇട്ടിട്ട് ഈ എണ്ണയിലിട്ടിട്ട് ഒന്ന് വെളിച്ചെണ്ണ ഇത്തിരി കൂടുതലായിപ്പോയെന്ന് തോന്നണ്ട. നമുക്ക് ഈ വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമ്മളിനി അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. വെളിച്ചെണ്ണ കുറച്ച് കൂടി വേണമെങ്കിൽ ഒഴിച്ചിട്ട്, അപ്പോൾ നമ്മൾ ഈ കായത്തിൻ്റെ മണമൊക്കെ വെളിച്ചെണ്ണയിൽ പിടിക്കും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തത്. കായ നന്നായി മൂത്തു. അപ്പോൾ ഞാനതങ്ങനെ ഒന്ന് അടർത്തി ഒന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളൊക്കെ ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. ഇനി നമുക്കിത് ഈ വെളിച്ചെണ്ണയിൽ നിന്ന് മാറ്റാം. ഇത് നമുക്ക് ഈ ചൂടത്തൊന്ന് മാറ്റി വയ്ക്കണം. കാരണം ഇതൊന്ന് പൊടിച്ചെടുക്കണം നമുക്ക് ചൂടാറിയിട്ട്. നമ്മൾ ആ വെളിച്ചെണ്ണയിലോട്ട് കടുകിട്ട് പൊട്ടിക്കാൻ പോകണം. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്, വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഇട്ട് കഴിഞ്ഞാൽ അത് കരിയാൻ നിൽക്കരുത് കേട്ടോ. ഉലുവ കടുകൊന്ന് പൊട്ടി വരട്ടെ. ഇത് പൊട്ടി കഴിയുമ്പോൾ അതിലോട്ട് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഒരുപാട് ഉലുവ ഇട്ട് കൊടുക്കണ്ട കേട്ടോ, കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. കാരണം നമ്മൾ ഉലുവ ഓൾറെഡി പൊടിച്ച് നമ്മൾ ചേർക്കുന്നുണ്ട്. ഇപ്പം തന്നെ ഇവിടെ നല്ല മണമാണ് കേട്ടോ. കടുക് ഉലുവയൊക്കെ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ പൊട്ടി വരുമ്പോൾ അതായതിനു ശേഷം നമ്മൾ ഇതിലോട്ട് കുറച്ച് വറ്റൽ മുളക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വേപ്പിലും കൂടി ഇട്ട് കൊടുക്കുക. ഇത് വേറെ ഒന്നുമില്ല, നമ്മൾ സാധാരണ കൂട്ടാനൊക്കെ കടുക് പൊട്ടിക്കുന്നത് പോലെ ഇട്ട് കൊടുക്കാം. ഒരുപാട് വേപ്പിൽ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. നമുക്ക് ഇരിക്കുമ്പോൾ കേടായി പോകാതിരിക്കാം. ഞാൻ പച്ചമുളക് ഇടാം, പക്ഷെ ഞാൻ ഇതിലിപ്പോൾ ഇടുന്നില്ല. പച്ചമുളക് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ അച്ചാർ കേട് വരാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ ഞാൻ പച്ചമുളക് ഇടുന്നില്ല. ഇതിനെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുക. കരിഞ്ഞൊന്നും പോകരുത്. ആ സമയത്ത് നന്നായി തീ കുറച്ച് വെച്ച്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക, തീ ഓഫ് ചെയ്താലും കുഴപ്പമില്ല. നന്നായി തീ കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ അതിലോട്ട് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക. എരിവൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനാണ് ഇടാട്ടെ. ഞാനിപ്പോൾ ഇവിടെ നോക്കട്ടെ,
ഒരു 4 ടീസ്പൂൺ മുളക് പൊടി ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. മഞ്ഞൾപ്പൊടി ഞാനൊരു 1/2 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ഇതിലോട്ട് വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല അച്ചാറിലോട്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. വെളുത്തുള്ളി വേണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യമേ തന്നെ ഓയിൽ ഇടുമ്പോൾ മൂപ്പിച്ചെടുക്കാം. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. ഇനി ഇഞ്ചി ഞാൻ ഇതിലിടുന്നില്ല കേട്ടോ, വെളുത്തുള്ളി മാത്രമേ ഇടുന്നത്. ഇനി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. കരിഞ്ഞു പോകരുത്, എന്നാൽ പച്ചമണം മാറാതിരിക്കുകയും ചെയ്യരുത്. നല്ല ചൂടായിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ വേഗം തന്നെ അത് മുരിഞ്ഞ് കിട്ടും. അപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്. അത് മൂത്തതിന് ലക്ഷണമാണ് കേട്ടോ, അങ്ങനെ നല്ല മണം വരുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ചൊറുക്ക, പിന്നെ കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം, ഇത് രണ്ടും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാൻ ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നല്ല തിളപ്പിച്ചാറിയ വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ, ചൂടുവെള്ളമല്ല ഒഴിച്ചു കൊടുക്കും, തിളപ്പിച്ചാറിയ വെള്ളം. ഇനി ചൂടുവെള്ളം ആയാലും കുഴപ്പമൊന്നുമില്ല, ഇതിൽ കിടന്നങ്ങ് തിളച്ചോളും, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നേരെ നമ്മൾ ടാപ്പ് വാട്ടർ തിളപ്പിക്കാത്ത വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ അച്ചാർ പെട്ടെന്നപ്പോൾ കേടായി പോകും. കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഇത്തിരി ചൊറുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ അതിലോട്ട് നമ്മുടെ ചൊറുക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അതിനുശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. കുറച്ച് ഉപ്പ് നമ്മളിപ്പോൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് തിളച്ചിട്ടാണ് നമ്മളിതിലോട്ട് നമ്മുടെ മാങ്ങ ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് ഉപ്പൊക്കെ ചേർത്താൽ മതി, ബാക്കി മാങ്ങ ചേർത്തതിന് ശേഷം നോക്കിയിട്ട് ചേർക്കാം. ഇപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതിലോട്ട് നമ്മുടെ അരിഞ്ഞ് വെച്ചിട്ടുള്ള മാങ്ങ, ഉപ്പിട്ട് വെച്ചിട്ടുള്ള മാങ്ങ ആ വെള്ളത്തോടു കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരിക്കലും മാങ്ങ ഇട്ടതിന് ശേഷം വെള്ളം ഒഴിച്ച് തിളപ്പിക്കരുത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മാങ്ങ ഒരു വെന്ത ടേസ്റ്റ് വരും കേട്ടോ. നമ്മൾ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കാനാണ് നമ്മളിപ്പോൾ തന്നെ ഇത് അച്ചാറാക്കുന്നത്. അപ്പോൾ ആ ഒരു ടേസ്റ്റ് അങ്ങ് പോയി ഒരു വെന്ത ടേസ്റ്റ് വരും മാങ്ങയ്ക്ക്. അപ്പം മാങ്ങ ആദ്യം വെള്ളം തിളച്ചതിന് ശേഷം മാങ്ങ ഇടാം. പിന്നെ ഒരുപാട് സമയത്ത് തിളപ്പിക്കരുത്. നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞ് വരുമ്പോൾ തന്നെ അതിൻ്റെ ചാറൊക്കെ ഒരു കുറുകിയിരിക്കുന്നുണ്ടോ. എല്ലാ മാങ്ങയിലോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് ഇളക്കാം. ഇനി നമ്മളിത് ഒന്നും കൂടി ഒന്ന് ഉപ്പ് നോക്കാം കേട്ടോ. നമുക്ക് പാകത്തിന് ഉപ്പുണ്ട്. നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പ് ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ മാങ്ങ ഇട്ടപ്പോൾ മാങ്ങയുടെ കൂടെ ഉപ്പും എല്ലാം കൂടി വന്നപ്പോൾ നല്ല പാകത്തിന് ഉപ്പായിട്ടോ. ഇനി വേറെ ഉപ്പിൻ്റെ ആവശ്യമില്ല. ഇതിലോട്ട് നമ്മുടെ പൊടിച്ചു വെച്ചിട്ടുള്ള ഉലുവയും കായും കൂടി വറുത്ത് പൊടിച്ചു വെച്ചത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ കുറച്ചുകൂടി ചോർക്കുക നമ്മുടെ ആ ഉലുവയും കായും വറുത്ത് പൊടിച്ച ഗ്രൈൻഡറിലോട്ട് ആക്കിയിട്ട് ഒന്ന് നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ തീ ഓഫ് ചെയ്യുക. ഒരുപാട് സമയം വെള്ളം മായും കൂടി തിളപ്പിക്കണ്ട. നമുക്ക് കുറച്ച് ചാറോട് കൂടി വേണം എനിക്ക് അച്ചാർ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുള്ളത്. അതിന് കുറച്ച് കഴിയുമ്പോൾ അതൊന്ന് വറ്റി കുറുകി വരും. ഇവിടെ ചേർക്കുന്നത് കുറച്ച് പഞ്ചസാരയാണ്. നമ്മൾ എരിവും പുളിയും ഒക്കെ വന്നിട്ടുള്ള ഒരു ഡിഷാണല്ലോ അച്ചാർ. അപ്പോൾ അതിന് ആ ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് പഞ്ചസാര കൂടി ഇട്ടിട്ട് ഇളക്കിയതിന് ശേഷം ഇതൊന്ന് മൂടി വയ്ക്കാം. ഇനി നമുക്ക് കുറച്ച് കഴിയുമ്പോൾ വന്നിട്ട് നോക്കാം. മൂടി വയ്ക്കാം. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കിതെടുത്തിട്ട് ചൂടാറുമ്പോൾ കുപ്പിയിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ അച്ചാർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഒഴിച്ച പോലെയല്ല, അച്ചാറൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇതുപോലെയാണ് ഞാൻ അച്ചാർ ഉണ്ടാക്കാറുള്ളത്. ഇനി നിങ്ങൾക്ക് വിചാരിക്കും എന്തിനാ ഇത്ര അധികം ചാറ് ഉണ്ടാക്കുന്നതെന്ന്. അങ്ങനെ ചാറ് നിങ്ങൾക്ക് വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ ആദ്യം ഒഴിച്ച വെള്ളമല്ലേ, അത് കുറച്ച് കുറവ് ഒഴിച്ചാൽ മതി. കാരണം എനിക്കത് കുറച്ച് ദിവസം ഇരിക്കാനുള്ള അച്ചാറാണ്. അപ്പോൾ ചാറിൽ മുങ്ങിക്കിടന്നാൽ മാത്രമേ എൻ്റെ മാങ്ങ കേടാവാതിരിക്കുള്ളൂ. ചാറ് തീരെ ഇല്ലെങ്കിൽ
പെട്ടെന്ന് തന്നെ നമ്മുടെ അച്ചാർ കേടായി പോകും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ നല്ലെണ്ണയിൽ ഉണ്ടാക്കണം. പിന്നെ മുകളിൽ നല്ലെണ്ണയൊക്കെ ചൂടാക്കി ഒഴിക്കുമ്പോൾ കേടാവാതിരിക്കും. പക്ഷേ ഞാൻ നല്ലെണ്ണയിലല്ല, അത് വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി ചാറ് എടുത്തിട്ടുള്ളത്. നമുക്ക് റെഡി ടു ഈറ്റ് പെട്ടെന്ന് ഉണ്ടാക്കാനുള്ളതാണെങ്കിൽ എത്ര വെള്ളം ഒഴിക്കണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുറുക്കിയെടുത്ത് വേഗം തന്നെ അതിലിട്ട് എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ മുളകും പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ചൂടാക്കാതെ ഇടാം, അങ്ങനെയൊക്കെ ഇടാം. പക്ഷെ പെട്ടെന്ന് തന്നെ കേടാവും. ഇതാകുമ്പോൾ കുറച്ച് ദിവസം ഇരിക്കും. എന്നാലും സാധാരണ നമ്മുടെ അച്ചാറിരിക്കുന്ന അത്ര ഇരിക്കില്ല. നമ്മൾ ചെറിയ ചെറിയ കുപ്പികളിലാക്കി വെക്കുക. ഒറ്റയടിക്ക് തന്നെ ഒരു വലിയൊരു പാത്രത്തിലാക്കി അതിൽ തന്നെ സ്പൂൺ ഇട്ട് എടുക്കുമ്പോൾ അത് കേടായി പോകും. ആവശ്യം കഴിഞ്ഞാൽ അപ്പോൾ ചെറിയ കുപ്പികളിലാക്കി വയ്ക്കുക. ഒരു കുപ്പി കഴിഞ്ഞിട്ട് എടുത്തെടുക്കുക. ആവശ്യം കഴിയുമ്പോൾ എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കുക. പുറത്തെടുത്ത് വെച്ച് റൂം ടെമ്പറേച്ചർ ആകുമ്പോൾ കഴിക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ അച്ചാർ അത്യാവശ്യം കാലം ഇരിക്കും. ഒരു 2-3 മാസമൊക്കെ എനിക്ക് ഇരിക്കാറുണ്ട് കേട്ടോ. ഫ്രിഡ്ജ് വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ അച്ചാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓണം സ്പെഷ്യൽ നമ്മുടെ മാങ്ങ അച്ചാർ നിങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്രാവശ്യം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.